സാർ എ ആർ റഹ്മാൻ ഒരു കാലത്ത് ഇന്ത്യയിലെ സിനിമാ പ്രേമികളുടെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു സംഗീത സംവിധായകനായിരുന്നു. പിന്നീട് എ ആർ റഹ്മാനെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ എ ആർ റഹ്മാൻ തന്നെ ഇരവാദമൊക്കെ ഉന്നയിച്ചു. ഇപ്പൊ കേൾക്കുന്നത് പൊന്നിയിൻ സെൽവൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ വളരെ ഹിറ്റായിട്ടുള്ള ഒരു ഗാനമുണ്ട്, വീര രാജവീര എന്ന് പറയുന്ന ഗാനം. ഈ ഗാനത്തിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി അല്ലെങ്കിൽ ഇതിനകത്ത് മറ്റൊരാളുടെ പാട്ട് കോപ്പി അടിച്ചാണെന്നൊക്കെ വലിയ വിവാദമുണ്ട്. ഇപ്പൊ സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ചൊരു കേസ് വന്നു കേൾക്കുന്നല്ലോ. അല്ല, സുപ്രീം കോടതിയിലെ കേസില് ശരിയാണ്, മോഷ്ടിച്ചതാണ്. സിനിമയില് അവർക്ക് ധാഗർ ബ്രദേഴ്സ് എന്ന് പറയും, ഹിന്ദുസ്ഥാനി രംഗത്തെ മുടിചൂടാ മന്നന്മാരായിരുന്ന ആളുകളാണ്, ജൂനിയർ ധാഗർ ബ്രദേഴ്സ് എന്ന് പറയും. പൈതൃകമായിട്ട് തന്നെ ഹിന്ദുസ്ഥാനി ഗായകരാണ് അവര്. അവർക്ക് ക്രെഡിറ്റ് കൊടുത്തോളാം. കാരണം ആ ധാഗർ ബ്രദേഴ്സിന്റെ അനന്തരാവകാശി ആണ് ഇത് കേസ് കൊണ്ട് കൊടുത്തിരുന്നത്. അപ്പോ ഇപ്പോ മുമ്പ് സമ്മതിച്ചിരുന്നില്ല. മുമ്പ് ഇത് കീഴ്ക്കോടതിയിൽ കേസ് വന്നിരുന്നു. അങ്ങനെയാണല്ലോ സുപ്രീം കോടതിയിൽ അപ്പീൽ വരുന്നത്. അപ്പൊ ഹൈക്കോടതിയിലൊക്കെ കേസ് നടക്കുമ്പോൾ നമ്മൾ ഇത് ഒരു വട്ടം നേരത്തെ ചർച്ച ചെയ്തിരുന്നതാണ്. ഇയാൾ ഇത് ക്രെഡിറ്റ് കൊടുക്കില്ല, ഇത് മോഷണമല്ല എന്നൊക്കെയുള്ള നിലപാട് ഇയാൾ എടുത്തിരുന്നു. ഇപ്പോ മറ്റേ മനു അഭിഷേക് സിംഗ്വിയാണ് ഇയാളുടെ വക്കീല്. കഴിഞ്ഞ ദിവസം ഇത് പരിഹരിക്കാം, ഞങ്ങൾ സിനിമയില് പൊന്നിയിൻ സെൽവൻ സിനിമയില് വീരരാജ വീര എന്ന് പറഞ്ഞ ഇത് ധാഗർ ബ്രദേഴ്സിന്റെ ശിവസ്തുതി മോഷ്ടിച്ചതാണ് എന്ന് സമ്മതിച്ച് ഞങ്ങൾ ക്രെഡിറ്റില് ഇതാണെന്ന് എഴുതിക്കോളാം. ഇപ്പൊ പൊന്നിയിൻ സെൽവനിൽ വരുന്നത് എൻ്റെ ഓർമ്മ ഏതോ ഹിന്ദുസ്ഥാനി പരമ്പരാഗത സംഗീതത്തിനോട് കടപ്പാടെന്ന്, ആളുകളുടെ പേരൊന്നും പറയാതെ ഒരു സൂത്രപ്പണിയിലാണ് സംഗതി ചെയ്ത് പോയിരിക്കുന്നത്. പിന്നെ ഇയാൾ പല ഗാനങ്ങളും മോഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. കുറക്കാരെ ഇയാളിങ്ങനെ വീരനായിരുന്നത് കൊണ്ട് റഹ്മാനെ പറ്റി ആളുകൾ പറയാതിരുന്നാണ്. ഞാൻ മുമ്പ് തന്നെ ഇയാള് അൾജീരിയൻ സിംഗർ ഖാലിദിന്റെ പാട്ടുകൾ അൾജീരിയൻ സിംഗർ കുറെ കേൾക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇത് മോഷ്ടിക്കുന്നതാണെന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു റഹ്മാൻ പല പാട്ടുകളും കേൾക്കുമ്പോൾ. അപ്പൊ ഇപ്പോ ഈ പരേതരായ ഉസ്താദ് ഫയാസുദ്ദീൻ ധാഗർ, ഉസ്താദ് സഹീറുദ്ദീൻ ധാഗർ, ഇവരാണ് ജൂനിയർ ധാഗർ ബ്രദേഴ്സ് ഹിന്ദുസ്ഥാനി സംഗീതജ്ഞർ. ഇവരുടെ ജൂനിയർ ധാഗർ ബ്രദേഴ്സിന്റെ ശിവസ്തുതി, ആ ശിവസ്തുതി ആണ് മോഷ്ടിച്ച് വീരരാജവീര എന്ന് പറഞ്ഞ പാട്ടാക്കി പൊന്നിയിൻ സെൽവൻ 2003 ഇറങ്ങിയ ചിത്രം മണിരത്നം സംവിധാനം ചെയ്തത്. മണിരത്നത്തിന്റെ തന്നെ മദ്രാസ് ടോക്കീസ് നിർമ്മിച്ച പടം. അപ്പോ അത് അവരുടെ തന്നെയാണ്, ഞങ്ങൾ ക്രെഡിറ്റ് കൊടുത്തോളാന്ന് റഹ്മാൻ സമ്മതിച്ചിരിക്കുന്നു. നിലയില്ലാതെ വന്നു, ഗതിയില്ലാതെ വന്നു. അപ്പോൾ കുറെ കാലമായിട്ട് എ ആർ റഹ്മാനെതിരെ ഇത്ര ആരോപണം ഉണ്ടാകും. അപ്പോൾ എ ആർ റഹ്മാൻ പിന്നീട് ഇരവാദം ഉന്നയിച്ചല്ലോ, തനിക്ക് സിനിമയൊന്നും കിട്ടുന്നില്ല, താൻ ന്യൂനപക്ഷക്കാരനായതുകൊണ്ടാണ്, അല്ലെങ്കിൽ തന്നെ ആളുകൾ വിളിച്ചേനെ എന്നൊക്കെ പറഞ്ഞു. എന്തിനായിരുന്നു എ ആർ റഹ്മാൻ അത്ര ഒരു വാദം ഉന്നയിച്ചില്ല? അത് നമ്മളന്ന് ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതായത് അയാൾ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഹിന്ദി സിനിമയില് കിട്ടുന്നില്ല, വർഗീയതയാകാം, ഈ ഭരണം മാറിയതുമൊക്കെ അതിന് കാരണമാകാം എന്ന് പറഞ്ഞാൽ BJP വന്നത് കൊണ്ട് ആയിരിക്കാം, ഇയാള് മുസ്ലിം ആയതുകൊണ്ട് ഇയാൾക്ക് കിട്ടാത്തതെന്ന്. ഞാനപ്പോ അതിന്റെ കണക്ക് പറഞ്ഞല്ലോ. ഇയാളെ ഒരു ദശകത്തിൽ അപ്പൊ ഞാൻ പറഞ്ഞു ഇത് പ്രൂവ് ചെയ്തില്ലേ, ഈ മുമ്പത്തെ ദശകത്തെക്കാൾ ഈ ദശകത്തിലാണ് അയാൾക്ക് പടം കൂടുതൽ കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. തമിഴിലും അത്രയും പടമുള്ളൂ എന്നുള്ളത് നമ്മളൊരു ചർച്ചയല്ലേ, ആ കണക്ക് നമ്മൾ പറഞ്ഞിരുന്നതാണ്. പിന്നെ അയാൾക്ക് ബാക്ക് ട്രാക്ക് ചെയ്യേണ്ടി വന്നു, അതിൽ നിന്ന് പിന്നോട്ട് പോയി അയാള്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ മാറ്റി പറയേണ്ടിയൊക്കെ വന്നു, പോഴത്തം പറഞ്ഞാണല്ലോ. അപ്പോ ഇതിൻ്റെ അകത്ത് ഇതിന്റെ കോപ്പിറൈറ്റ് ഇപ്പോ അനന്തരാവകാശി ഈ ഫയാസുദ്ദീൻ ധാഗറിന്റെ മകൻ വസീഫുദ്ദീൻ, മറ്റേ സഹീറുദ്ദീൻ ധാഗറിന്റെ അനന്തരവനുമാണ്. ആ രണ്ട് ധാഗർ ബ്രദേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ആള് വസീഫുദ്ദീനാണ്. അപ്പൊ ആ പാട്ടിന്റെ കോപ്പിറൈറ്റ് വസീഫുദ്ദീനാണ് കോടതിയെ സമീപിച്ചത്. റഹ്മാൻ ഇങ്ങനെ മോഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കേസില് കോടതിയിൽ വാദിക്കുമ്പോ കഴിഞ്ഞ ആഴ്ച സൂര്യകാന്ത് ചീഫ് ജസ്റ്റിസ് ചോദിച്ചിരുന്നു, മര്യാദയ്ക്ക് എന്തിനാണ് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞ് നടക്കുന്നത്, അവരുടെതല്ലേ പാട്ട്, അത് മര്യാദയ്ക്ക് സമ്മതിച്ചാൽ പോലെ എന്ന് കഴിഞ്ഞ ആഴ്ച ചോദിച്ചിരുന്നു. അപ്പൊ അത് കോടതിയുടെ ഒരു നിലപാടിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഇപ്പോ ഗതികെട്ട് സമ്മതിച്ചിരിക്കുന്നത്. ഈ വക്കീല് സിംഗ്വി തന്നെ പല ഘട്ടങ്ങളിൽ രക്ഷയില്ല എന്ന് കാണുമ്പോ
എന്നാ പിന്നെ മാപ്പ് പറഞ്ഞേക്കെന്ന് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി പല മാപ്പുകൾ പറഞ്ഞിട്ടില്ലേ? മറ്റേ RSS ആണ് ഗാന്ധിയെ കൊന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. മറ്റോ ഗോഡ്സെ RSS ഒന്നും അല്ലല്ലോ, അതിനൊക്കെ കോടതിയിൽ മാപ്പ് പറഞ്ഞിട്ടില്ലേ? അപ്പോ നേരത്തെ നിലപാടെടുത്തത് എന്താണെന്നറിയോ കോടതിയിൽ? ഇത് തെറ്റിദ്ധാരണ കൊണ്ടാണ്. ഒരു ഫിഷിംഗ് എക്സ്പെഡിഷനിലാണ് ഈ ദാഗർ, ഒരു മീൻപിടുത്തക്കാരൻ എന്നാ ചൂണ്ടയിടിട്ട് നടക്കുകയാണ്. ഒരു മീൻ കിട്ടിയാൽ കിട്ടട്ടെ, കാശുണ്ടാക്കാം, പബ്ലിസിറ്റി ഉണ്ടാക്കാം, ഇതാണ് ഇയാളുടെ ഉദ്ദേശം എന്നാണ് റഹ്മാൻ വാദിച്ചിരുന്നത് കീഴ്ക്കോടതികളിലൊക്കെ. അപ്പോ ഈ പണത്തിനും പബ്ലിസിറ്റിക്കും വേണ്ടിയിട്ടാണ് ഈ വസീഫുദ്ദീൻ ദാഗർ അനന്തരാവകാശി കേസുമായിട്ട് നടക്കുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. എന്നിട്ട് കോടതിയിൽ ഇയാൾ വാദിച്ചത് എന്താണെന്നറിയോ? ഈ മണിരത്നത്തിന്റെ ടോക്കീസും മദ്രാസ് ടോക്കീസും റഹ്മാനും വാദിച്ചത് 13ാം നൂറ്റാണ്ടിലെ നാരായണ പണ്ഡിതാചാര്യയുടെ കൃതിയാണ് ഇത് എന്നും വാദിച്ചു നോക്കി. ഒന്നുമില്ല, ഇത് ദാഗർ ബ്രദേഴ്സിൻ്റെതാണ്. അവരുടെ ഡയറി വസീഫുദ്ദീൻ്റെ കയ്യിലുണ്ട്. ഈ ശിവസ്തുതി എഴുതി വെച്ച ഡയറി, അവരുടെ കൈപ്പടയിൽ എഴുതി വെച്ച ഡയറി ഉണ്ട്. അപ്പോൾ ധ്രുപദ് മറ്റേ ഗായകനാണ് വസീഫുദ്ദീൻ ദാഗർ, ഇപ്പൊ കേസ് കൊടുത്ത ആള്. അപ്പോ ഫയാസുദ്ദീന്റെ മകനാണ് മറ്റേ ജൂനിയർ ദാഗർ ബ്രദേഴ്സിലെ ഫയാസുദ്ദീന്റെ മകൻ സഹീറുദ്ദീന്റെ അനന്തരവൻ. അപ്പോ അവരുണ്ടാക്കിയ ശിവസ്തുതി അങ്ങനെ തന്നെ പകർത്തി വെച്ചതാണ് റഹ്മാന്റെ ഈ വീരരാജവീര. അതേ ശൈലി പാട്ട്, ഒരു മാറ്റവും ഇല്ല. അപ്പോ ഈ ഫയാസുദ്ദീനും സഹീറുദ്ദീനും അവരുടെ ഹിന്ദുസ്ഥാനി കച്ചേരികളിലൊക്കെ നിരന്തരം പാടിക്കൊണ്ടിരുന്നതാണ് ഈ ശിവസ്തുതി. അഠാണ രാഗത്തിലാണിത്. അഠാണ എന്ന് പറയുന്നത് ഒരു ലേറ്റ് നൈറ്റ്, രാത്രി വൈകിട്ടുള്ള രാഗമാണത് പാടുന്നത്. കാരണം ഈ ഭൂപാളം രാവിലെ പാടുക എന്ന് പറയില്ലേ പ്രഭാതത്തിൽ, എന്ന് പറഞ്ഞ പോലെ രാത്രി പാടേണ്ട രാഗമാണ് അഠാണ, രാത്രി രാഗം ആണ്. അപ്പൊ അമ്മാവൻ, ഈ വസീഫുദ്ദീന്റെ അമ്മാവൻ സഹീറുദ്ദീൻ എഴുതി 1978 ആംസ്റ്റർഡാമിൽ റെക്കോർഡ് ചെയ്ത പാട്ടാണ് ഈ ശിവസ്തുതി ഒറിജിനൽ. സഹീറുദ്ദീന്റെ ഡയറിയിൽ ഈ ശിവസ്തുതി എഴുതി വെച്ചിട്ടുമുണ്ട് കൈപ്പടയിൽ. ഇതൊക്കെ വസീഫുദ്ദീൻ കോടതിയിൽ പറയുകയും ചെയ്തു. അപ്പോ ഈ പ്രശസ്തമായ ഒരു ഉദാഹരണം ഞാൻ പറയാണ്. ഈ സഞ്ജയ് ലീല ബൻസാലിയുടെ ഹം ദിൽ ദേ ചുക്കേ സനം എന്ന് പറഞ്ഞിട്ടൊരു പാട്ടില്ലേ, ഒരു സിനിമയിലെ ഹിറ്റ് 1999. അതിൽ വളരെ പ്രശസ്തമായ ഒരു പാട്ടുണ്ട്, നിമ്പൂട നിമ്പൂട എന്ന് പറഞ്ഞൊരു പാട്ട്, കേട്ടിട്ടില്ലേ? ആ പാട്ട് ശരിക്കും രാജസ്ഥാനിലെ നാടോടി ഗായകൻ ഗസ്നി ഖാൻ മംഗാനിയാർ എഴുതി പാടിക്കൊണ്ടിരുന്ന പാട്ടാണത്. ഇത് സിനിമയിലേക്ക് അങ്ങനെ തന്നെ കോപ്പി എടുത്ത് ചേർത്തിട്ട് ഇതിന്റെ കോപ്പിറൈറ്റ് ഒറിജിനൽ ആ നാടോടി ഗായകൻ രാജസ്ഥാൻ. ഇത് പിന്നീട് സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോ ആ പാട്ടിന്റെ കോപ്പിറൈറ്റ് സഞ്ജയ് ലീല ബൻസാലിക്കായി. ഒറിജിനൽ എഴുതിയ ആൾ അപ്പുറത്ത് കിടക്കുന്നു, സഞ്ജയ് ലീല ബൻസാലി. ഇത് സംഗീത കൊടുത്തതിന്റെ ക്രെഡിറ്റ് അയാൾ ഒറിജിനൽ നിമ്പൂട പാടിക്കൊണ്ടിരുന്നതാണ് ഇങ്ങനെ തന്നെ. ഈ സിനിമയ്ക്ക് സംഗീതം കൊടുത്ത ഇസ്മയിൽ ദർബാറിന് കമ്പോസർ ക്രെഡിറ്റ് ഇങ്ങനെ. അപ്പൊ ഈ സിനിമയില് പൊന്നിയിൻ സെൽവനിൽ വന്നപ്പോ എന്തു പറ്റി? ഒറിജിനൽ ദാഗർ ബ്രദേഴ്സിന്റെ അല്ലേ? അതെ. ഇതിന്റെ കോപ്പറേറ്റും കാര്യങ്ങളും ഒക്കെ റഹ്മാനും മണിരത്നത്തിനുമായി പോയില്ലേ? എഴുതിയ ആളുകൾ വേറെ, കാശുണ്ടാക്കുന്നവര് വേറെ, ഇങ്ങനെ ആയിപ്പോയില്ലേ? കോപ്പി അടിച്ച് ചെയ്ത ഈ പാട്ടിനും കാശ് മേടിച്ചില്ലേ നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്ന് റഹ്മാൻ? പിന്നെ അല്ലേ, വലിയ എമൗണ്ട് ആയിരിക്കില്ലേ വാങ്ങുന്നത്. അപ്പോ ഈ ശിവസ്തുതി ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് ഗുണ്ടേജമാര് ഈ ദാഗർ ബ്രദേഴ്സിന്റെ ഉദയ് ബവാൽക്കർ, പിന്നെ ഹിന്ദിയിൽ അർമാൻ ദൽവി, ശിവം ഭരദ്വാജ്, വസീഫുദ്ദീന്റെ വിദ്യാർത്ഥികള്, ഇവരൊക്കെ വർഷങ്ങളായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ കേസ് കൊടുത്ത വസീഫുദ്ദീന് ശിഷ്യന്മാരെ ഹാജരാക്കാനും ഉണ്ട് സാക്ഷികളായിട്ട്. ഞങ്ങളിത് വർഷങ്ങളായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നതാണ്.
ശിഷ്യന്മാരെ ഇത് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് വളരെ കാലമായിട്ട്. വസീഫുദ്ദീനും പാടുന്നുണ്ട്, ദാഗർ ബ്രദേഴ്സും പാടുന്നുണ്ടായിരുന്നു. അപ്പൊ സൂര്യകാന്ത് ഉൾപ്പെടെ ചീഫ് ജസ്റ്റിസ് 3 അംഗ ജൂറി, ഇത് കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നതാണ്. ചീഫ് ജസ്റ്റിസ് ചോദിച്ചത് ക്രെഡിറ്റ് കൊടുത്തുകൂടെ, എന്തിനാണ് ഇങ്ങനെ കോപ്പിടിച്ച് നടക്കുന്നതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു റഹ്മാൻ. റഹ്മാന്റെ ഈ കാര്യങ്ങളെല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. അപ്പൊ ഇത്രയും നാൾ ഈ പൊളിഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുക, അവസാനം ഇപ്പൊ അടുത്ത കാലത്തൊക്കെ സംഗീതം കൊടുത്ത ആടുജീവിതം, തല്ലിപ്പൊളി സംഗീതമല്ലേ. പിന്നെ ആ മലയൻ കുഞ്ഞ് എന്ന് പറഞ്ഞൊരെണ്ണം, അതിൽ പാട്ടൊക്കെ ഉണ്ട്, ഒന്നിനും കൊള്ളില്ല. അതായത് ഒറിജിനലായിട്ട് ചെയ്തു നോക്കുമ്പോ തല്ലിപ്പൊളി, മോഷ്ടിക്കുമ്പോ നല്ല പാട്ട് വരുന്നു, ഒറിജിനൽ വേറെ കിടപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് ഈ റഹ്മാന്റെ ഒക്കെ കഥ. അപ്പൊ ഒടുവിൽ റഹ്മാനെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതെ, കോടതി വഴി തിരിച്ചറിഞ്ഞു, നാട്ടുകാരും കേസ് കൊടുത്തു തുടങ്ങി. വേറെ കേസുകളൊക്കെ വന്നല്ലോ ഇവിടെ. തൈക്കൂടം ബ്രിഡ്ജിന്റെ ഒരു പാട്ട് മറ്റേലെടുത്തില്ലേ, കാന്താര. അസലായിട്ട് ഇവര് ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ രണ്ടും കേട്ടു നോക്കിയതാ, ശരിക്കും മോഷ്ടിച്ചു വെച്ചിരിക്കുക. ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടി അവരും പറഞ്ഞില്ലേ, കാശൊന്നും വേണ്ട, ക്രെഡിറ്റ് എങ്കിലും ഇതാ എന്ന് തൈക്കൂടം ബ്രിഡ്ജ് പറഞ്ഞില്ലേ. ഇതിന്റെ അകത്ത് മോഷണത്തിന്റെ ഗംഭീര കളിയാണ് ഈ സിനിമയുടെ അകത്ത്. റഹ്മാൻ അതിന്റെ ഒരു ഉസ്താദുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.